കേരള ക്രൈം ഫയൽ സീസൺ 2 ഞാൻ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അഹമ്മദ് പറയുന്നത് ഇങ്ങനെ എപ്പിസോഡ് 3 ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നാണ് അഹമ്മദ് പറയുന്നത് അതൊരു 10 വയസ്സുള്ള പിള്ളേരെ വെച്ചിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആണെന്ന്. രമേഷ് ബാബു വർക്ക് ചെയ്തിരിക്കുന്ന ടൈമിലാണ് എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഒരു ആക്ഷൻ ഡിസൈനിങ് ഉണ്ട്, അത് കിഡ്സിനെ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞപ്പോൾ നമ്മുടെ റെഗുലർ സ്റ്റൈലിൽ അർജുൻ പറഞ്ഞു ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് ട്രൈ ഇറ്റ് ആൻഡ് സീ. വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് അർജുൻ അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആൽവിൻ, പിന്നെ പ്രയാൺ, പിന്നെ ഇതിൽ ഫൈറ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ മക്കളാണ്. സോ ഇതുങ്ങളെ ഞങ്ങൾ ചെറുതിലോടങ്ങി ഞാൻ കാണുന്ന പിള്ളേരാണ്, അർജുൻ്റെ പിള്ളേർ, ബേസിക്കലി ഹൈബ്രിഡ് ബോയ്സ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും അതിന് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും പിള്ളേരെയും കൊണ്ടുവന്നിട്ട് എൻ്റെ സ്റ്റുഡിയോ കൊണ്ടുവന്ന് വരികയും. എൻ്റെ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വി ആർ നോട്ട് ഗോണ കൊറിയോഗ്രാഫ് കിഡ്സ് ഫൈറ്റ്, വി ആർ ഗോണ കൊറിയോഗ്രാഫ് റിയൽ ഫൈറ്റ് വിച്ച് ഇസ് ഗോണ ബി പെർഫോംഡ് ബൈ കിഡ്സ്. ഏതൊരു ഫൈറ്റും ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യാറുള്ളൊരു പ്രോസസ്സുണ്ട്, റിഹേഴ്സൽ. ദാറ്റ് ഈസ് ദ മന്ത്ര. അപ്പോൾ അഹമ്മദിനോട് ഞാനിത് പറഞ്ഞപ്പോൾ അഹമ്മദ് പറഞ്ഞൊരു 1 വീക്ക് ടൈം തരാൻ പറ്റും. അപ്പോൾ ആ ഒരു വീക്കിൽ 2 ദിവസം കണ്ടീഷനിങ്, പിന്നെ ബാക്കിയുള്ള ദിവസം കൊറിയോഗ്രാഫിയാണ് നമ്മൾ ചെയ്തത്. ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ അവരായിട്ട് മാക്സിമം പ്ലേഫുള്ളായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ട എക്സസൈസും ഇതിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യണേ. 3rd ഡേ തൊട്ട് ഞങ്ങൾ കൊറിയോഗ്രാഫിയിലോട്ട് കടന്നു. അപ്പോൾ അർജുൻ ഇത് ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്യാരക്ടർ, അതായത് നമ്മുടെ ആൽവിൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ബ്രീഫ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ എന്ത് സാഹചര്യത്തിലാണ് അയാൾ വളർന്ന് വലുതായത്. സോ ഹി ജസ്റ്റ് ഡസൻ ഹിറ്റ് ഒരാളെ, എല്ലാവരും അടിക്കുന്നുണ്ട്. അർജുൻ പറയുന്ന പോലെ തലങ്ങനും വിലങ്ങിനും അടിക്കുക, ആരാണെന്ന് നോക്കത്തില്ല. ചെറിയൊരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു പിള്ളേരുടെ ഫൈറ്റ് ആണെങ്കിൽ കൂടി. ആ ഇൻറ്റൻസിറ്റി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയേക്കുന്ന രീതിയിലാണ്, ആ ക്യാരക്ടർ എഴുതിയേക്കുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ഷനിലൂടെ ഒരു സ്റ്റോറി പറയുക എന്നുള്ളതാണ്. എൻ്റെ അസിസ്റ്റൻറ്റ് ജ്യോതിഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ ക്യാമറ ആണെങ്കിലും രമേഷ് ബാബു ആ ടൈമിൽ ഞങ്ങൾ പ്രീസ് എടുക്കുമ്പോഴും പുള്ളിയാണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. പിന്നെ ഒരു ഫൈറ്റ് നമ്മൾ എത്ര ഇൻറ്റൻസ് ആവുന്നോ അതിൽ റിസ്ക്കും ഉണ്ടാവും. അതിപ്പോൾ കൊച്ചുങ്ങളാണെങ്കിലും ശരി വലിയവരാണെങ്കിലും ശരി. അപ്പോൾ ഇവരെ ബ്ലെൻഡ് ചെയ്ത് ചെയ്യിപ്പിക്കണം. നമ്മൾ മെയിൻലി നമ്മൾ ശ്രദ്ധിച്ച കാര്യം ഇവർക്ക് വേണ്ടിയുള്ള സേഫ്റ്റിയാണ്. ആൻഡ് അർജുൻ അത് സ്വയം പെർഫോം ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഫോളോ എടുക്കേണ്ടത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇടികൊള്ളേണ്ടത് എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ചില ആക്ട് ആണെങ്കിലും നമ്മൾ പ്ലേ ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് പിള്ളേരെ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ ബിറ്റ്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും. ഇതിനും ഒരു പ്രീ വിഷ്വലൈസേഷൻ നമ്മൾ എടുക്കും. അതായത് ഷോട്ട് ബൈ ഷോട്ട് എങ്ങനെയാണ് അവിടെ ഓൺ സ്ക്രീൻ ഫൈനൽ ഔട്ട് വരാൻ പോകുന്നതിന് നമ്മുടെ ഒരു ഐഡിയ നമ്മൾ ഈ ഡയറക്ഷൻ ടീമിന് അല്ലെങ്കിൽ എടുക്കുന്നവർക്ക് നമ്മളിത് പ്രസൻറ്റ് ചെയ്യും. ജിതിൻ സ്റ്റാൻസ് പുള്ളി അടിപൊളിയായിട്ട്, ഐ മീൻ ഹി ഡിഡ് എ റിയലി ഗ്രേറ്റ് ജോബ് റണ്ണിങ് ബിഹൈൻഡ് ദ കിഡ്സ്. ആൻഡ് അത് ഒറ്റ ടേക്കിൽ എടുക്കുക എന്ന് പറയുന്നത് ആകെയുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഭാഗം ഇവന്മാരുടെ ചിരിയ. ഇവർക്ക് ചിരി നിർത്താൻ പറ്റണ്ടായില്ല. അതുകൊണ്ട് ആ നേരത്ത് ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആകാൻ നോക്കുമായിരുന്നു. അല്ലാതെ മൊത്തം അത്യാവശ്യം ഞങ്ങൾ കളിച്ചും ചിരിച്ചു തന്നെ പരിപാടി നടത്തിയ. The whole team behind the camera was a big support. So the process was going good and I was really happy doing this work actually. A big thank you to the whole Kerala Crime File Season 2 team. Ahmed, the director, cameraman Jitin, the whole direction team, editor Mahesh Adan. ഇതിൽ ആക്ടേഴ്സായിട്ട് വന്നവരായിക്കോട്ടെ, എൻ്റെ ഫൈറ്റേഴ്സായിട്ട് വന്ന എൻ്റെ പിള്ളേരായിക്കോട്ടെ, ആൽവിൻ, പ്രയാൺ, പിന്നെ നമ്മുടെ പിള്ളേർ. അപ്പോൾ ഇവരെല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ അവരെ കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ട്സ്, അവരുടെ പാരൻസ്, അവർക്കും അതേപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന KCF വോൾ ടീം, ദ വോൾ ക്രൂ. ഓൾസോ എ ബിഗ് താങ്ക് യു ടു Monkey Business, the production house, to bring us on board, and Jio Hotstar Malayalam. അതൊരു ടീം വർക്ക് തന്നെയായിരുന്നു. ആൻഡ് താങ്ക്സ് ടു ദ വോൾ ടീം ആക്ച്വലി ഫോർ ദിസ്. Because it was not just a fight, it told a story. ആൻഡ് ഈ പിള്ളേരാണ് അത് ആ ഒരു കൺവിൻസിങ് ലെവലിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. സോ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, ദ കിഡ്സ് ജസ്റ്റ് ഡിഡ്ന്റ് ഫൈറ്റ്, ദേ ജസ്റ്റ് ടോൾഡ് എ സ്റ്റോറി എന്ന്. സോ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. Kerala Crime Files Season 2 is now streaming on Jio Hotstar Malayalam. Please do watch it. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണുക ആൻഡ് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.